മരണം തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരിക്കും മനുഷ്യജീവിതങ്ങൾക്കിടയിലേക്ക് എത്തുക. ആ വേർപാടുകൾ ഉൾക്കൊള്ളാനും സഹിക്കാനും മുന്നോട്ടു പോകുവാനും മനസ്സിന് കരുത്ത് ലഭിക്കേണ്ടവരാണ് അവർക്ക് ചുറ്റുമുണ്ടായിരുന്നവർ. അത് അത്യാവശ്യവുമാണ്. പലർക്കും ആ മരണത്തിൻ്റെ വേദനയെ മറികടക്കാൻ കഴിയുമെങ്കിലും ചിലർക്കതിന് സാധിച്ചെന്നു വരില്ല. ആ സാഹചര്യത്തിൽ മനസ്സിൽ തോന്നുന്നത് ജീവിതം അവസാനിപ്പിക്കാം എന്നുവരെയായിരിക്കും. അങ്ങനെയൊരു ചിന്തയ്ക്കൊപ്പം 5 അംഗ കുടുംബം പോയി എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും മകന്റെ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് താമസം മാറിയതായിരുന്നു അശ്വതിയും ഭർത്താവും അമ്മയും 3 മക്കളുമെല്ലാം. തുടർന്ന് വാടകയ്ക്കായിരുന്നു ഇവർ എറണാകുളത്ത് താമസിച്ചിരുന്നത്. എറണാകുളം വടുതല കർഷക റോഡ് ഗ്രീൻ ഗാർഡനിലെ അത്യാഡംബര വീട്ടിൽ വാടകയ്ക്കായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. വീടിന്റെ യഥാർത്ഥ ഉടമ വിദേശത്താണ്. ഉടമയുടെ ബന്ധുവാണ് വീടിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു അശ്വതി എസ് നായർ എന്ന യുവതിയുടെ ഭർത്താവ് മരണത്തിനു കീഴടങ്ങിയത്. കരൾ രോഗം ബാധിച്ചായിരുന്നു ഭർത്താവിന്റെ മരണം. ഇത് അശ്വതിയെയും മക്കളെയും അമ്മയെയുമെല്ലാം ഏറെ വേദനിപ്പിക്കുകയും അതിനുശേഷം വലിയ സങ്കടാവസ്ഥയിലേക്ക് കുടുംബം മാറുകയും ചെയ്തിരുന്നു. അശ്വതിയുടെയും ഭർത്താവിന്റെയും മൂത്ത മകൻ കീർത്തിവൻ ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ്. അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അശ്വതിയും ഭർത്താവും കുടുംബവുമെല്ലാം ഇവിടേക്ക് താമസം മാറിയെത്തിയത് തന്നെ. അങ്ങനെ ചികിത്സകളും മറ്റുമായി മുന്നോട്ടു പോകവെയാണ് അപ്രതീക്ഷിതമായി ഭർത്താവിന്റെ മരണം സംഭവിക്കുന്നത്. മകന്റെ ചികിത്സകൾ അശ്വതിക്ക് വലിയ വേദനയായിരുന്നു നൽകിയത്. അതിനൊപ്പമാണ് ഭർത്താവിന്റെ വേർപാടും കൂടി സംഭവിച്ചത്. അങ്ങനെ ചികിത്സകളും മറ്റുമായി മുന്നോട്ടു പോകവെ അപ്രതീക്ഷിതമായി എത്തിയ ഭർത്താവിന്റെ മരണം കുടുംബത്തെ ആകെ തളർത്തി. ഇതോടെ ജീവിതത്തിൽ താങ്ങാൻ ഒരാളില്ലാതെ ഒറ്റയ്ക്കായെന്ന സങ്കടം അശ്വതിയെ മരണമെന്ന ചിന്തയിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് 14 വയസ്സുള്ള മൂത്ത മകൻ കീർത്തിവനെയും ഇളയ മകൻ 10 വയസ്സുള്ള കാർണിവനെയും 2 വയസ്സുള്ള പെൺകുഞ്ഞിനെയും കൂട്ടി മരണത്തിലേക്ക് പോവുകയായിരുന്നു അശ്വതിയും അമ്മ ശ്രീകുമാരിയും. തിരുവനന്തപുരത്ത് വിളപ്പിൽശാല കാരോട് സ്വദേശികളാണ് ഇവർ. കുട്ടികളെ കൊന്ന ശേഷം അമ്മയും മകളും തൂങ്ങി മരിച്ചതാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കമുണ്ട്. ഏതാനും ദിവസമായി വീട്ടിലുള്ളവരെ പുറത്തേക്കൊന്നും കാണാതിരുന്നതിനെ തുടർന്ന് വീട്ടുടമയുടെ ബന്ധു വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. അശ്വതിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നു എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളത് എന്നാണ് വിവരം. എറണാകുളം നോർത്ത് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.